ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് തീർച്ചയായും ഇന്ന് കാലത്തിൻ്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ നല്ല രീതിയിൽ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുവാൻ നമുക്കുണ്ടായിരിക്കേണ്ട നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കുവാനും മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുവാനും നാം മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുവാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ആ സ്നേഹം ഉള്ളിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്നേഹം എപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുന്ന ലവ് ആൻഡ് അഫെക്ഷൻ പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കുക എന്നുള്ളത്. മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാം മറ്റുള്ളവരോട് റിയാക്റ്റ് ചെയ്യുന്നതിന് പകരം എപ്പോഴും നാം ശ്രമിക്കേണ്ടത് മറ്റുള്ളവർക്ക് റെസ്പോണ്ട് ചെയ്യുക എന്നതാണ്. റിയാക്ഷൻ ഒരിക്കലും നല്ലതല്ല. പകരം നമുക്ക് എന്തിനും നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. കാം ആൻഡ് കൂളായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു രീതി. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ എപ്പോഴും റെസ്പെക്റ്റ് ഉള്ളവരായിട്ട് മറ്റുള്ളവരെ എപ്പോഴും നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം. നാം എപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നാം എപ്പോഴും ട്രസ്റ്റ് കീപ്പപ്പ് ചെയ്യുക, ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിൻ്റായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. നമുക്ക് മറ്റുള്ളവരോടാണെങ്കിലും ഈ പ്രപഞ്ചത്തോടാണെങ്കിലും ഈ യൂണിവേഴ്സിനോട് നാം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവുകയും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും അറിയിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും നമ്മൾ ടേക്കൺ ഇറ്റ് ആസ് ഗ്രാൻറ്റഡ് എന്ന് എടുക്കരുത്. അതിന് പകരം എന്ത് തന്നെയാണ്, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും അതിന് നമ്മൾ നന്ദിയുള്ളവരാവുകയും ആ നന്ദി നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡു നോട്ട് ഇൻസൾട്ട് അതേഴ്സ്. മറ്റുള്ളവരെ തമാശയ്ക്ക് പോലും ഒരിക്കലും നമ്മൾ ഇൻസൾട്ട് ചെയ്യാതെ നാം മനസ്സിൽ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ബിൽഡ് ദി ബ്രിഡ്ജ്. യെസ്, നമ്മൾ ഒരു ഭാഗത്ത് ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഗിവ് ആൻഡ് ടേക്ക്, ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയാറില്ലേ, അത് തന്നെ. സോ ഇത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല കുറച്ച് ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടായിരിക്കുകയും അത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അതോടൊപ്പം വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, മറ്റുള്ളവരെ ഏത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള അൺകണ്ടീഷണൽ സപ്പോർട്ട് മറ്റുള്ളവരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാനുള്ളൊരു മനസ്സുകൂടെ നമ്മളിൽ ഉണ്ടാവുമ്പോൾ തീർച്ചയായും നമുക്ക് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുവാൻ കഴിയും. താങ്ക് യു ഓൾ ഫോർ ലിസണിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് പ്ലീസ്. താങ്ക് യു.